ഇരുചക്രവാഹനങ്ങൾക്കും വേഗപ്പൂട്ട് സ്ഥാപിക്കണമെന്ന ആവശ്യം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്നു. കാസർഗോഡ് തൃക്കരിപ്പൂർ അമിത വേഗതയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ 2 യുവാക്കൾ മരിച്ച സ്ഥലം സന്ദർശിച്ച ശേഷമാണ് ബൈക്കുകളിലും വേഗപ്പൂട്ട് വേണ്ടിവരുമെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അഭിപ്രായപ്പെട്ടത്. ഇരുചക്രവാഹനങ്ങൾക്ക് അനുവദനീയമായ വേഗത മണിക്കൂറിൽ 50 കിലോമീറ്ററാണ്. എന്നാൽ വേഗപരിധി ലംഘിച്ചുകൊണ്ടുള്ള അതിവേഗ ബൈക്ക് യാത്രകൾ മരണങ്ങളിലേക്കും ഗുരുതരമായ പരിക്കുകൾക്കും ഇടയാക്കുന്നത് വർദ്ധിച്ചു വരുന്നതായാണ് അപകട കണക്കുകളും സംഭവങ്ങളും വ്യക്തമാക്കുന്നത്. തൃക്കരിപ്പൂർ തെക്കുംപാട് 2 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ ബൈക്ക് അപകടത്തിന്റെ കാഴ്ചയാണിത്. സംഭവസ്ഥലം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് അമിത വേഗത കാരണം നിയന്ത്രണം വിട്ടുമറിഞ്ഞ് തലക്കും കാലുകൾക്കും ഗുരുതര പരിക്കേറ്റ് മെട്ടമ്മലിലെ സുഹൈൽ, പെരുമ്പ സ്വദേശി ഷാനിദ് എന്നിവരാണ് മരിച്ചത്. ജീവൻ പൊലിയുന്ന ഇത്തരം അപകട സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന അവസ്ഥയിൽ ബൈക്കുകൾക്കും വേഗപ്പൂട്ട് വേണ്ടിവരുമെന്ന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജിജോ വിജയ് പറഞ്ഞു. ഈ അപകടം നടന്ന ഏരിയ നോക്കിയാൽ കാണാൻ പറ്റും. ചെറിയൊരു നാരോ കർവി റോഡാണ്. ഈ ഒരു റോഡിൽ ശരിക്കും പറഞ്ഞാൽ മോട്ടോർ സൈക്കിളിന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന വേഗത എന്ന് പറഞ്ഞാൽ 50 km/h. മണിക്കൂറിൽ 50 കിലോമീറ്റർ മാത്രമേ വേഗത എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു റോഡിൽ പോലും വളരെ എക്സസീവായിട്ട് സ്പീഡ് എടുത്തുകൊണ്ടാണ് ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ ഒരു 100-ന്റെ മേലെ ഉണ്ടാവുമോ? അതിപ്പം നമ്മൾ ഏകദേശം ഒരു വാഹനത്തിൻ്റെ ഡാമേജ് നോക്കുമ്പോൾ എന്തായാലും അത്രയധികം സ്പീഡുണ്ട്. കാരണം അല്ലെങ്കിൽ ഇത്രയധികം ഡാമേജസ് ഈ വാഹനത്തിന് വാഹനത്തിന് ഇപ്പം 2 വീലർ, ഇപ്പം ഹെവി ട്രാൻസ്പോർട്ട് വാഹനങ്ങളും മറ്റു വാഹനങ്ങളൊക്കെ സ്പീഡ് ഗവർണേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലുള്ള സിസ്റ്റങ്ങൾ ബൈക്കിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിന് നിലവിൽ ഗവൺമെൻറ് യാതൊരു തരത്തിലുള്ള സ്പീഡ് റെസ്ട്രിക്ഷൻസ്. വീതി കുറഞ്ഞ വളവോട് കൂടിയ റോഡിലൂടെ അമിത വേഗതയിലുള്ള ഇരുചക്ര വാഹന യാത്രയാണ് മരണത്തിലേക്ക് നയിച്ച അപകടത്തിന് ഇടയാക്കിയതെന്ന് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ വിലയിരുത്തി. റോഡുകളിൽ ഹമ്പുകൾ സ്ഥാപിക്കാൻ അനുമതിയില്ലെന്നും അധികൃതർ പറഞ്ഞു. അമൃത ന്യൂസ്, കാസർഗോഡ്.